കോസ്റ്റിങ്ങിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ടേംസും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിപ്രിസിയേഷൻ ഈസ് എ ഡാഷ്. ഡിപ്രിസിയേഷൻ ഈസ് എ ഫിക്സഡ് കോസ്റ്റ്. അതായത് പ്രൊഡക്ഷൻ നടന്നാലും ഇല്ലെങ്കിലും ഇൻക്വയർഡ് ആകുന്ന കോസ്റ്റിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഡിപ്രിസിയേഷൻ ഒരു ഫിക്സഡ് കോസ്റ്റ് ആണ്. കോസ്റ്റിങ്ങിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതുമാണ്. പ്രൈം കോസ്റ്റ് ആൻഡ് ഓവർ ഹെഡ് എന്നുള്ളത്. പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി മാത്രം ആവശ്യമായിട്ട് വരുന്ന ചിലവുകളാണ് ഈ ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ് വരുന്നത്. ഓവർ ഹെഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. പല പ്രോഡക്റ്റിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി പൊതുവായി ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട് വരുന്നത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ജോബ് കോസ്റ്റിംഗ്. പ്രൊഡക്ഷൻ ഈസ് അണ്ടർടേക്കൺ ഓൺ ദ ബേസിസ് ഓഫ് കസ്റ്റമർ ഓർഡർ. കസ്റ്റമർ ഓർഡർ അനുസരിച്ചിട്ട് പ്രൊഡക്ഷൻ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ജോബ് കോസ്റ്റിംഗ് ആണ്. എക്സാമ്പിൾ, പ്രിൻറ്റിംഗ് പ്രസ്, ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ്, റിപ്പയർ ഷോപ്പ്. അടുത്തതാണ് ബാച്ച് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ബൈ ബിസിനസ് യൂണിറ്റ്സ് വെയർ പ്രൊഡക്ഷൻ ഈസ് അണ്ടർടേക്കൺ ഇൻ ബാച്ചസ്. അതായത് പ്രോഡക്റ്റ് ബാച്ചസ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതാണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ടോയ് മാനുഫാക്ചറിങ്, മെഡിസിൻ, സ്പെയർ പാർട്സ്. അതുപോലെ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, കെമിക്കൽ ഇൻഡസ്ട്രി, പേപ്പർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, ഓയിൽ റിഫൈനറി, ഇവരെല്ലാം പ്രോസസ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. സിംഗിൾ കോസ്റ്റിംഗിൻ്റെ മറ്റു പേരുകളാണ് ഔട്ട്പുട്ട് കോസ്റ്റിംഗ് ഓർ യൂണിറ്റ് കോസ്റ്റിംഗ്. ദിസ് കോസ്റ്റിംഗ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസിങ് എ സിംഗിൾ ഔട്ട്പുട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൈൻസ്, ഓയിൽ വെൽസ്, ക്വാറീസ് ഒക്കെ സിംഗിൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസിനെല്ലാം സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് സിംഗിൾ കോസ്റ്റിംഗ് ആണ്. ഹോസ്പിറ്റൽ, റെയിൽവേ, ഇലക്ട്രിസിറ്റി കമ്പനീസ് പോലെയുള്ള സർവീസ് ഇൻഡസ്ട്രീസ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്. അടുത്തതാണ് കോമ്പോസിറ്റ് ഓർ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് 2 or more മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. ടെലിവിഷൻ, ലോക്കോമോട്ടീവ്സ്, മോട്ടോർ കാർ, വെഹിക്കിൾസ്, ഇവയ്ക്കെല്ലാം സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ഓർ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ആണ്. അടുത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് നോക്കാം. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നഷ്ടപ്പെടുകയും എന്നാൽ റിക്കവറബിൾ വാല്യൂ ഇല്ലാത്തതുമായ നഷ്ടങ്ങളെയാണ് നമ്മൾ വേസ്റ്റ് എന്ന് പറയുന്നത്. സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നഷ്ടമാകുന്ന മെറ്റീരിയൽസ് ആണ്, എന്നാൽ അതിന് കുറച്ച് റിക്കവറബിൾ വാല്യൂ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. ക്വാളിറ്റി ഉറപ്പുവരുത്താൻ കഴിയാത്തതും സെക്കൻഡായി വിറ്റഴിക്കപ്പെടുന്നതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെയാണ് സ്പോയിലേജ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് സെക്കൻഡായിട്ട് വിറ്റഴിക്കാൻ സാധിക്കും, പക്ഷേ അതിന് ക്വാളിറ്റി ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. അതാണ് സ്പോയിലേജ് എന്ന് പറയുന്നത്. ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്നും ഡിഫക്റ്റീവ് അറിയപ്പെടുന്നു. വിച്ച് ക്യാൻ ബി മെയ്ഡ് സ്റ്റാൻഡേർഡ് ബൈ സ്പെൻഡിങ് അഡീഷണൽ എക്സ്പെൻഡിച്ചർ. കുറച്ച് എക്സ്ട്രാ ചിലവുകൾ കൂടി നമ്മൾ വരുത്തിച്ച് ഒരു സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റായിട്ട് നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്നവയാണ് നമ്മൾ ഡിഫക്റ്റീവ് അല്ലെങ്കിൽ സബ്സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഫക്റ്റീവിനെ നമുക്ക് ഗുഡ് യൂണിറ്റ്സ് ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അൺഅവോയ്ഡബിൾ ലോസസിനെയാണ് നമ്മൾ നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സിമെൻറ്റ് മാനുഫാക്ചറിങ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആ സിമെൻറ്റിൻ്റെ പാക്കിംഗ് സെക്ഷനൊക്കെ ആകുമ്പോഴേക്കും എങ്ങനെ പോയാലും കുറച്ച് സിമൻറ്റ് പൊടിയായിട്ട് ലോസ് ആവും. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. നോർമലി അത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ലോസസിനെയാണ് നമ്മൾ നോർമൽ ലോസ് എന്ന് പറയുന്നത്. നോർമൽ ലോസ് അൺഅവോയ്ഡബിൾ ആണ്. കോസ്റ്റ് ഓഫ് നോർമൽ ലോസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് നോർമൽ ലോസ് ഈസ് ചാർജ്ഡ് ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അവോയ്ഡബിൾ റീസൺസ് മൂലം ഉണ്ടാകുന്ന ലോസസിനെയാണ് അബ്നോർമൽ ലോസസ് എന്ന് പറയുന്നത്. നാച്ചുറൽ കലാമിറ്റീസ് എല്ലാം അബ്നോർമൽ ലോസസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അബ്നോർമൽ ലോസ് ഈസ് ഡെബിറ്റഡ് ഇൻ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എംപ്ലോയീസിൻ്റെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതിനെയാണ് ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. ടൈം കീപ്പിംഗ് ചെയ്യുന്നത് ടൈം കീപ്പറാണ്. എന്നാൽ അവരുടെ വർക്കിൽ അവർ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്
എന്തുമാത്രം ടൈം എടുത്തിട്ടാണ് അവരവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്ന് റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത്. ദി അൺപ്രൊഡക്റ്റീവ് ടൈം സ്പെൻഡ് ബൈ എ വർക്കർ ഇൻ ദി ഫാക്ടറി ഈസ് കോൾഡ് ഐഡിയൽ ടൈം. ബിൻ കാർഡ് ഈസ് പ്രിപ്പയർഡ് ബൈ ഡാഷ്. ബിൻ കാർഡ് ഈസ് പ്രിപ്പയർഡ് ബൈ ദി സ്റ്റോർ കീപ്പർ. VED analysis is a technique of controlling dash spare parts. സ്പെയർ പാർട്സിൻ്റെ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് VED അനാലിസിസ്. വൈറ്റൽ, എസെൻഷ്യൽ, ഡിസയർ എന്നുള്ളതാണ് VED അനാലിസിസ് എന്ന് പറയുന്നത്. അതുപോലെ മെറ്റീരിയൽ കൺട്രോളുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. ഓൾവേസ് ബെറ്റർ കൺട്രോൾ. പ്ലാൻസ് എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ് ഈസ് കോൾഡ് ഡാഷ് ബഡ്ജറ്റ്. Plans expressed in monetary terms is called budget. The difference between actual sale and break-even sale is called dash margin of safety. The difference between actual sale and break-even sale is called margin of safety. Wages are calculated on the basis of the time spent by the worker in the factory. അതായത് ഫാക്ടറിയിൽ വർക്കർ എന്തുമാത്രം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് അതിൻ്റെ ബേസിസിൽ, ടൈം ബേസിസിൽ വേജസ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ ഒരു പർട്ടിക്കുലർ എംപ്ലോയി അല്ലെങ്കിൽ ഒരു വർക്കർ എന്തുമാത്രം പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചു എന്നതിൻ്റെ ബേസിൽ, ഔട്ട്പുട്ടിൻ്റെ ബേസിസിൽ വേജസ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. Wages are calculated on the basis of output of the worker. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ടൈം റേറ്റ് സിസ്റ്റവും, അർജൻറ്റ് നേച്ചറിൽ നമുക്ക് ഇന്ന പ്രോഡക്റ്റ് ഇന്ന സമയത്ത് വേണം, എമർജൻസി ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ പീസ് റേറ്റ് സിസ്റ്റവുമാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. EOQ ഈസ് ദ ക്വാണ്ടിറ്റി വിച്ച് ഈസ് മോസ്റ്റ് എക്കണോമിക് ടു ഓർഡർ. ഏറ്റവും ലാഭകരമായി വാങ്ങാവുന്ന മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, ഷോർട്ട് ഫോമിൽ EOQ എന്ന് പറയുന്നത്. EOQ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഫോർമുലയാണ് സ്ക്വയർ റൂട്ട് ഓഫ് 2CO/I എന്നുള്ളത്. അതിൽ C എന്ന് പറയുന്നത് ആനുവൽ കൺസംഷൻ ഇൻ യൂണിറ്റ്, O ഓർഡറിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ്, I ക്യാരിയിങ് കോസ്റ്റ് ഓർ ഇൻവെൻട്രി കോസ്റ്റ്. കോസ്റ്റിങ്ങിൽ നിന്നുള്ള വളരെ കുറച്ച് ടേംസും ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്